Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. രണ്ടുപേരല്ലേ ഉണ്ടായുള്ളൂ നേരത്തെ ക്ലാസ്സിലും നമ്മൾ വെയിറ്റ് ചെയ്തല്ലോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാർമസിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി എഴുതിയിട്ട് ഇന്നത്തെ നമ്മളൊരു ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ? ഏത് ചാപ്റ്റർ തുടങ്ങി വെച്ചേ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കുറച്ച് എടുത്തായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി നമുക്ക് എടുക്കാം. അതിന് മുമ്പ് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് എഴുതിയിട്ട് എഴുതാനില്ലേ? ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ടോ? നമ്മൾ എവിടെ വരെ എഴുതിയത്? ലാസ്റ്റ് എഴുതിയ ക്വസ്റ്റ്യൻ ഏതാണെന്നൊന്ന് വായിച്ചാൽ മതി. അവസാനം എഴുതിയേക്കണ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ആൻസർ പറഞ്ഞിരുന്നോ? വാട്ട് ഈസ് EOQ അല്ലേ? അപ്പൊ അതിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ. ആൻസേഴ്സ് നമ്മൾ വായിച്ചതാണോ ക്ലാസ്സില്? ഇല്ല. അപ്പൊ ഒന്ന് വേഗം ക്വസ്റ്റ്യൻ വായിച്ച ആൻസർ വായിച്ചേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അപർണ വായിക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് വായിക്കാം കേട്ടാ. എന്നിട്ട് വായിക്കാം. Dash is defined as the department of hospital which handles procurement, storage, dispensing, testing, and distribution of drugs. Hospital pharmacy. Hospital pharmacy ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് അശ്വിനി വായിക്കേ. Provision, purchasing, receiving, inspection, quality test, etc. are the functions of hospital pharmacy. Hospital pharmacy. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫംഗ്ഷൻസിൽ പെട്ടതാണത്. അതായത് പ്രൊവിഷനിങ്, പർച്ചേസിങ്, റിസീവിങ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അതിന്റെ ഫംഗ്ഷൻസിൽ പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Hospital pharmacy keeps relation between medical, nursing and dash. പേഷ്യന്റ്, മെഡിക്കലും അതുപോലെ തന്നെ നഴ്സിംഗും അതുപോലെ തന്നെ സ്റ്റാഫ് പേഷ്യൻസും തമ്മിലുള്ള ഒരു ബന്ധം, റിലേഷൻ. ലൈസൺ മീൻസ് റിലേഷൻ ആണ്. റിലേഷൻ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതാണ് ഹോസ്പിറ്റൽ ഫാർമസി. നെക്സ്റ്റ്. Which of the following is not an infrastructure of the hospital pharmacy? Hospital pharmacy library, X-ray machine, office of X-ray machine. ഏതാണ് പെടാത്തത്? ഏതാ? എക്സ്റേ machine. എക്സ്റേ മെഷീൻ ആണ് ഹോസ്പിറ്റലിലെ ഫാർമസിക്കകത്ത് വരാത്ത ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തത്. Dash act as counseling department for medical staff, nurses and for patient on the use of drugs. ഹോസ്പിറ്റൽ ഫാർമസി ഒരു കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് പോലെ ഫംഗ്ഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷനിങ്ങും കൂടി അവർ ചെയ്യുന്നുണ്ട്. കാരണം മെഡിക്കൽ സ്റ്റാഫിനും നഴ്സസിനും പേഷ്യൻസിനും അവർ എങ്ങനെയാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടുണ്ടാകാവുന്ന പോസിബിൾ ആയിട്ടുള്ള ഇഫക്റ്റുകൾ, സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, അതിന്റെ ടോക്സിസിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ, ഡ്രഗിന്റെ ഇന്ററാക്ഷൻസ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു ഡീറ്റെയിലിംഗ് ചിലപ്പോൾ അവർ ആവശ്യപ്പെട്ടാൽ അവർ കൊടുക്കേണ്ടി വരും അല്ലെ? അപ്പൊ അത് ആയിട്ട് വർത്തിക്കുന്ന എന്നുള്ളത് കൊണ്ടാണ് ഹോസ്പിറ്റൽ ഫാർമസിനെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് കൂടി പറഞ്ഞിരിക്കുന്നത്. അടുത്തത്. All dash should be stored in a secure area when they are not in use. റേഡിയോ ഐസോട്ടോപ്പുകളൊക്കെ ഭയങ്കര നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് ഭയങ്കരമായിട്ട് സെക്യൂർ ചെയ്ത് ലോക്ക് ചെയ്തൊക്കെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. നെക്സ്റ്റ്. Which of the following are the equipments needed in a hospital pharmacy? Options: A drug stock cupboard, narcotic safe, dispensing window, all of the above. Answer: all of the above. All of the above ആണ്. നെക്സ്റ്റ്. അടുത്തത്. 10 pharmacists are required for the bed strength up to dash 300 beds. 300 ബെഡ്സ് ഉള്ളവർക്കാണ് 10 ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റ് ആവശ്യമുള്ളത് അല്ലെ? നെക്സ്റ്റ്. Who is the member secretary? Chief pharmacist. Chief pharmacist ആണ് member secretary of Drug and Therapeutic Committee. Next. What is the qualification of pharmacist of drug distribution department? B Pharm ആണ്. Drug distribution departmentലെ pharmacistന്റെ qualification B Pharm ആണ്. Next. Orders for medicine should be issued as soon as dash level is reached. Critical level. ക്രിട്ടിക്കൽ ലെവൽ ആണ്. ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് അപ്പൊ തന്നെ എന്തായാലും അടുത്ത ഓർഡറിന് പ്ലേസ് ചെയ്തിരിക്കണം, ഇന്റന്റ് സമർപ്പിച്ചിരിക്കണം, ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ. Dash of each batch sample has to be sent to the lab for the quality testing.
Random samples. റാൻഡം സാമ്പിൾ ആണ്. ഓരോ റാൻഡം ആയിട്ട് സാമ്പിൾസ് സെലക്ട് ചെയ്തിട്ട് ആ സാമ്പിൾസ് ടെസ്റ്റ് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫർദർ ഇഷ്യൂ ചെയ്യേണ്ടതാണ്, അതിനുവേണ്ടി സെൻഡ് ചെയ്യേണ്ടതാണ്. അടുത്തത് What is EOQ? Economic order quantity. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് EOQ എന്ന് പറയുന്നത്. അവിടെ വരെയല്ലേ എഴുതിയത്? അടുത്തത് എഴുതുക. വിച്ച് ഓഫ് ദ ഫോളോയിങ്, ക്വസ്റ്റ്യൻസ് മാത്രമേ തരുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ നാളെ അടുത്ത ദിവസത്തേക്ക് എഴുതിയിട്ട് വന്നാൽ മതി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഡ്രഗ്സ് records, which of the following are the records kept in pharmacy? ഹോസ്പിറ്റൽ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട റെക്കോർഡ്സ് ഏതൊക്കെയാണെന്ന് താഴെ പറയുന്നതിൽ താഴെ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ? ഹോസ്പിറ്റൽ ഫോർമുലറി, FORMULARY, ഹോസ്പിറ്റൽ ഫോർമുലറി. ബി, ഓപ്ഷൻ ബി, expiry date register. Option C, bin card. BIN, bin card. Option D, all. Option D, all. Next one. Which of the following is not a classification of drug? Which of the following is not a classification of drug according to the storage? Which of the following is not a drug according to storage? Options കൊടുക്കേണ്ടി വരും. Option A, narcotic drugs. Option B, cold storage drugs. Option B, cold storage drugs. Option C, inflammable drugs. Option D, none. Okay, next question. Drugs should be organized in dash order in the cabinet. Drugs should be organized in dash order in the cabinet. Next one, dash depicts, DEPICTS, depicts the stock position of drugs in pharmacy. Dash depicts the stock position of drugs in pharmacy. ഫാർമസിയിലെ സ്റ്റോക്കിന്റെ ആ ഒരു പൊസിഷൻ എത്രയൊക്കെയുണ്ട്, എത്രയുണ്ടൊക്കെ ബാക്കി ഇരിക്കേണ്ടതെന്ന് കാണിക്കുന്നത് ഡാഷ് ആണെന്ന് എന്താണെന്ന് എഴുതണം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് FIFO? FIFO എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം ഉപയോഗിച്ച് എഴുതണം. വാട്ട് ഈസ് FIFO? Next one, give
examples for narcotic drugs. Give examples for narcotic drugs. Narcotic drugs in udaharanam. Next one. Sufficient ventilation and firefighting arrangements should be sufficient ventilation and firefighting arrangements should be made for dash drugs. Should be made for dash drugs. Next one, what is HIS? What is HIS? HIS capital letters in ഉപയോഗിച്ചേതാ? Next one, vaccines. എഴുതാൻ പറ്റുന്നില്ലേ? സ്പീഡ് കൂടണ്ടോ? ചാപ്റ്റർ എടുക്കാനുള്ള കാരണം സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമില്ല. Vaccines, SERA, SERA. SERA means emergency use ചെയ്യേണ്ട സാധനങ്ങളാണ് കേട്ടോ. എമർജൻസീസ് എന്നാണ് SERA അതിന്റെ അർത്ഥം. Vaccines, SERA, hormones, etc. Are examples of dash drugs. Are examples of dash drugs. Next one. Dash transcribes, TRANSCRIBES, transcribes the prescription, transcribes the prescription by electronic machine. Next one. Which are the things, THINGS, things to be checked before? Things to be checked, CHECKED, checked before making intent for patients. Making intent, INDENT, intent for patients. Patients വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നെക്സ്റ്റ് വൺ തീർക്കാം. ആ ക്വസ്റ്റ്യൻസ് ഇന്നത്തോട് തീരും, പിന്നെ ചാപ്റ്റർ കൊണ്ടുവരണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the primary source of finance in pharmacy? Which is the primary source of finance in pharmacy? Primary source of finance. Next one, dash are the funds mainly through donations. Next one, which of the following does not constitute which of the following does not constitute the finance of pharmacy? താഴെ പറയുന്നതിൽ ഏതാണ് ഫാർമസിയിലെ ഫിനാൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഫിനാൻസിന്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് വരുന്നതെന്ന്. അതിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് ചാർജ് ഗോട്ട് ഫ്രം പേഷ്യൻസ്. ഓപ്ഷൻ എ, ചാർജ് ഗോട്ട് ഫ്രം പേഷ്യൻസ്.
charge got from patients. Option B, research work. Option C, gifts or contributions. Gifts or contributions. And option D, none. ഒന്നുമല്ല, ഇതിനകത്തൊന്നുമല്ല ഫിനാൻസ് അല്ലാത്തത് എന്നാണ്. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. Which are the problems faced by pharmacy? അത് 6 അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ, 6 പോയിന്റ് മറക്കരുത്. Which are the problems faced by pharmacy? Next, last one. Which of the following is the role of chief pharmacist? Which of the following is the role of chief pharmacist? Chief pharmacist in the role പെടുന്നത് ഏതാണെന്നാണ്. Option A, inventory control. Inventory, INVENTORY, inventory control. Option B, training and teaching of pharmacist. Option C, both A and B. Option C. And option D, neither A nor B. എയുമല്ല ബിയുമല്ല. ഓക്കെ, ഫാർമസി എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇന്നലെ ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നേ? ആൻസേഴ്സ് അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ എഴുതിക്കൊണ്ട് വരാം കേട്ടോ. നമുക്ക് അടുത്ത ദിവസം വായിക്കാം, സമയം പോകുമല്ലോ അല്ലേ? ഏത് ചാപ്റ്ററാണ് നമ്മൾ എടുത്തോണ്ടിരുന്നേ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ ആണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ. അതായത് വെൽബീങ് ഓഫ് ദ പീപ്പിൾ, ആളുകളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് പേഷ്യൻസിനെ സേവനം ചെയ്യാൻ, രോഗിയായിട്ട് വരുന്നവരും ഇൻഫേം ആയിട്ടുള്ളവരെയൊക്കെ ശുശ്രൂഷിക്കാനുള്ള ഒരു സേവനം ഏറ്റെടുത്തിരിക്കുന്ന തൊഴിലിനെയാണ് നമ്മൾ നഴ്സിംഗ് എന്ന് വിളിക്കുക. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ്. അതായത് നഴ്സസ് അവര് എന്താ പറയാ, അവിടുത്തെ ഹോസ്പിറ്റൽസിലെ ലോസ് നോംസ് ഒക്കെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അല്ലെ, അങ്ങനെ ആ ഒരു കളക്ഷൻ ഓഫ് പീപ്പിളിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന 2 ഇമ്പോർട്ടന്റ് ടാസ്കുകളാണ് സ്റ്റാഫിങ്ങും അതുപോലെ സ്റ്റാഫിംഗ് പ്രോസസ്സും. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് to search, choose, analyze the relationship between the present and future employees. അതായത് നമ്മളുടെ നിലവിലുള്ള അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന എംപ്ലോയീസുമായിട്ട് ഒത്തുപോകാൻ പറ്റിയ കുറെ ഫാക്കൽറ്റീസിനെ അല്ലെ, കുറച്ച് ആളുകളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് എന്നുള്ളതെങ്കിൽ, സ്റ്റാഫിംഗ് തീരുന്നിടത്ത് സ്റ്റാഫിംഗ് പ്രോസസ് ആരംഭിക്കും. മാൻ പവർ എന്തിനാണ്? പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ് ആണ് ടു അപ്പോയിന്റ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ് അല്ലെ. കൃത്യമായ സ്ഥലത്ത് കൃത്യമായ ആളുകളെ അപ്പോയിന്റ് ചെയ്യുക എന്നതാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് ഇവരെ കണ്ടെത്തുന്നതാണ്. അതായത് ഇവിടെ നിലവിലുള്ള എംപ്ലോയീസിന്റെ കൂടെ മറ്റവർക്കും വരുന്നവർക്കും എങ്ങനെയൊക്കെ അവര് നല്ല രീതിയിലുള്ള ഒരു ബന്ധത്തിലൂടെ എന്താ പറയാ ജോലിയിലൂടെ പരസ്പരം ഐക്യത്തോടുകൂടി എങ്ങനെയൊക്കെയാണ് അവർ മുന്നോട്ട് പോകാൻ പോകുന്നത്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. അല്ലാത്തവരെയൊക്കെ നമുക്ക് വേണമെന്ന് നിർത്താൻ ആവശ്യമുള്ളവരെയൊക്കെ അവരുടെ ഇന്റർവ്യൂസിലൂടെയും അവരുടെ എക്സാംസിലൂടെയൊക്കെ അവരെ കണ്ടെത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഏതൊക്കെ ജോലികളോ ഏതൊക്കെ ആളുകൾക്ക് കൊടുക്കണം, റൈറ്റ് പേഴ്സൺസിനെ റൈറ്റ് പ്ലേസിൽ തന്നെ, ഞാൻ ഇന്നലെ എക്സാമ്പിളൊക്കെ പറഞ്ഞു, ആ രീതിയിലൊക്കെയാണ് നമ്മളത് അപ്പോയിന്റ് ചെയ്യുക. അതാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സ്റ്റാഫിംഗ് പ്രോസസ്സ് സ്റ്റാഫിംഗിന്റെ ഓപ്പറേഷൻസിൽ പ്രധാനമായിട്ട് 2 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 2 ആക്ഷൻസ് ആണ് അതിനകത്ത് ഉൾപ്പെടുക സ്റ്റാഫിംഗിൽ. ഒന്ന്
recognizing the type and amount of health care അല്ലെങ്കിൽ nursing care required by the patient. അതായത് വരുന്ന പേഷ്യൻസിന് ഏത് രീതിയിലുള്ള കെയറിംഗ് ആണ് വേണ്ടത്, എത്ര അളവിലാണ് ആ കെയറിംഗ് വേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക. രണ്ടാമത് സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിംഗ് ദ എംപ്ലോയീസ്. ഈ പറയുന്ന ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ട ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യണം, അതിന് അപ്പോയിന്റ് ചെയ്യണം. എങ്ങനെയാണ് അവൈലബിൾ ആപ്ലിക്കൻസിൽ നിന്ന്, നമുക്ക് നിലവിലുള്ള ആപ്ലിക്കന്റുകൾ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിൽ നിന്ന് ഒരുപാട് ആളുകൾ ആപ്ലിക്കേഷൻസ് തരുമല്ലോ. ഇപ്പൊ ഹോസ്പിറ്റൽസിലാവുമ്പോൾ ഒത്തിരി ആളുകൾ അവിടെ സേവനം ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ എല്ലാവരെയും സെലക്ട് ചെയ്ത് എല്ലാവർക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് സാധിക്കില്ല. വിതിൻ തന്നിരിക്കുന്ന ആപ്ലിക്കൻസിൽ നിന്ന് ഹു ആർ ടു ബി സെലക്ടഡ്, അത് അവരുടെ ചോയ്സ് ആണ്. എങ്ങനെ സെലക്ട് ചെയ്യണം, അത് അവിടുത്തെ കൊടുക്കുന്ന പേഷ്യന്റ് കെയറും അതിന്റെ ടൈപ്പും അതിന്റെ എമൗണ്ട് ഒക്കെ നോക്കിയാണ് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോയിന്റ് ചെറിയ ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഒരുപാട് നഴ്സസിനെ കൊണ്ട് അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അപ്പൊ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ ഗിവൺ ഷുഡ് ബി ഐഡന്റിഫൈഡ് ഫസ്റ്റ്. അപ്പൊ ആദ്യം തന്നെ എത്ര അളവിലുള്ള പേഷ്യന്റ് കെയർ ആണ് കൊടുക്കേണ്ടത്, എത്രത്തോളം പേഷ്യൻസ് വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ മുൻകൂട്ടി കണ്ടു വേണം അങ്ങനെയുള്ള സെലക്ഷൻസും അപ്പോയിന്റ്മെന്റ്സും ഒക്കെ നടത്താനായിട്ട്. അപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ബേസ്ഡ് ഓൺ 3 ബേസിക് എലമെന്റ്സ്. അതായത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 3 പ്രധാന ഘടകങ്ങളിൽ ആണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ അല്ലെ, കൊടുക്കുന്ന ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള നഴ്സിംഗ് കെയർ സർവീസ്. രണ്ടാമത്തെ എന്താണ്? ഒരു സ്ട്രക്ചേർഡ്, ഒരു നല്ല അടുക്കും ചിട്ടയുള്ളതാണ്, പക്ഷെ ഒരു ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ആണ് അവരുടെ എന്താ പറയാ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഭയങ്കര എന്താ പറയാ സ്ട്രിക്റ്റ് ഒരു എൻവയോൺമെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള നഴ്സസിന്റെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന്, നഴ്സ് മാത്രമല്ല ഏത് സ്റ്റാഫ്സിനായാലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അതായത് റേഡിയോ അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടിട്ട് നമ്മളെല്ലാം അനുസരിക്കണം എന്നുള്ളവരെ നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ച് എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സോ നമുക്ക് എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ പറയാനുള്ള ഒരു അവസരം തരാതെ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെയൊക്കെ നമുക്കൊരു സ്ട്രിക്റ്റ് എൻവയോൺമെന്റ് ആണ് വരിക അല്ലെ. അതില്ലാതെ ഒരു അടുക്കും ചിട്ടയും വേണം താനും, പക്ഷെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ഫോർ ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ തന്നെ അവർക്ക് ചെയ്യുന്ന ജോലിയോട് ഒരു സാറ്റിസ്ഫാക്ഷനും ആസ് വെൽ ആസ് ദിസ് ചാൻസ് ടു ഡെവലപ്പ് ദെയർ സ്കിൽ ആൻഡ് നോളജ്. ഓരോരുത്തർക്കും ചെയ്യുന്ന ജോലിയിലൂടെ അവരുടെ സ്വന്തമായിട്ടുള്ള അറിവും കഴിവും ഒക്കെ വർദ്ധിപ്പിക്കാനും ഇടയാക്കുന്ന ഒരു സാഹചര്യം കൊടുക്കണം. അതും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എയിമാണ്. പിന്നെ പറഞ്ഞൊരു മാനേജ്മെന്റ് പ്രോസസ് causing efficient and effective pattern. ഇത് നഴ്സിംഗ് കെയർ സർവീസസ് കൊടുക്കുമ്പോൾ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ളതും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രോസസ്സ്, ഒരു പാറ്റേൺ ആണ് മാനേജ്മെന്റ് ഫോളോ ചെയ്യേണ്ടത്. ഈ 2-3 കാര്യങ്ങളാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ബേസിക് ആയിട്ടുള്ള 3 എലമെന്റ്സ്. നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് ഇതാണ്, ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്, പ്രധാനമായിട്ട് 2 എലമെന്റ് ആണ് സ്റ്റാഫിംഗിനുള്ളത്. ഒന്ന്, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. അതായത് നഴ്സിംഗിന് വേണ്ടി വരുന്ന നഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണവും അതോടൊപ്പം തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ക്വാളിറ്റി അല്ലെ. നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു സേവനമാണ്. നമ്മൾ പറഞ്ഞു നമ്മളുടെ മുൻപിൽ ഇരിക്കുന്ന ഓരോ പേഷ്യൻസും നമ്മുടെ സ്വന്തം എന്ന രീതിയിലാണ് കെയറിങ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ക്വാളിറ്റി ഒരു ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ ക്വാളിറ്റി ആയിട്ടുള്ള അവരെങ്ങനെയാണ് പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യുന്നത്, ആ രീതിയിലാണ് അടുത്ത പേഷ്യൻസ് നമുക്ക് വീണ്ടും ഹോസ്പിറ്റൽസിലേക്ക് അത് എന്താ പറയാ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന സർവീസ് മോശമാണെങ്കിൽ അഗൈൻ അവര് വീണ്ടും ആ ഒരു ഹോസ്പിറ്റൽസിലേക്ക് വരണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് സ്റ്റാഫിങ്ങിൽ. അതായത് എത്രത്തോളം എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ആണ് നഴ്സിംഗ് സ്റ്റാഫിന് കൊടുക്കുന്നതെന്നും അതിൽ നിന്ന് അവരെ എങ്ങനെ നമ്മളുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് അവരെ റെഡിയാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ആ ക്വാണ്ടിറ്റി ഒക്കെ ആശ്രയിച്ചിരിക്കും. മനസ്സിലായോ? അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫും ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫും ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ഗിവൺ ടു ദ നഴ്സിംഗ് സ്റ്റാഫ്സ്. നഴ്സിംഗ് സ്റ്റാഫ്സിന് കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ വിഭാഗമാണ് ഏത് തരത്തിലുള്ള സർവീസ് ആണ് അവരിൽ നിന്ന് നമുക്ക് ഈടാക്കേണ്ടത്. അവരെ ആ രീതിയിൽ പക്വതയാക്കണം അല്ലെ. അവര് നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി അതിന്റെ തൊട്ടടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഏതൊക്കെ തരത്തിലാണ് നഴ്സിംഗിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പറയും നമുക്ക്. അപ്പൊ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഈസ് ദ ഇമ്പോർട്ടന്റ് എലമെന്റ് ഓഫ് സ്റ്റാഫിംഗിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ഇനി രണ്ടാമത്തേത് എന്താണ്? യൂട്ടിലൈസേഷൻ. ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫിനെ അവരെ എന്താ പറയാ കൃത്യമായിട്ട് ദേ ഹാവ് ടു ബി അലോട്ടഡ് വർക്ക് അക്കോർഡിംഗ് ടു ദെയർ നോളജ് ആൻഡ് സ്കിൽ. അവരുടേതായ കഴിവുകളും അറിവുകളും ഉപയോഗിച്ച് വേണം അവർക്ക് അവരുടെ ജോലികൾ അലോക്കേറ്റ്
കൊടുക്കാനായിട്ട്. ആൻഡ് ഓൾസോ വി ഹാവ് ടു മേക്ക് ബെസ്റ്റ് യൂസ് ഓഫ് ദം. അവരെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം. ആരെ ഈ പറയുന്ന അപ്പോയിന്റ് ചെയ്ത നഴ്സസിനെയൊക്കെ കൃത്യമായിട്ട് അവരെ പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട്, അവരുടെ അറിവും കഴിവും ഒക്കെ പരമാവധി ആ ഹെൽത്ത് കെയർ സിസ്റ്റം എന്താ പറയാ അവര് നൽകുന്ന സേവനങ്ങൾ കൃത്യമായിട്ട് അത് പരമാവധി ഉപയോഗപ്പെടുത്താനും ശ്രമിക്കണം. കാരണം ഒത്തിരി കഴിവുള്ള ആളുകളും ഇടയിലുണ്ടാവും അല്ലെ. ഇപ്പൊ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒരുപാടുണ്ട്, പക്ഷെ കെയറിങ് ആ ഒരു രീതിയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പഠിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കാം, പക്ഷെ ആ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ തയ്യാറാക്കി എടുത്തത്, ആ ഒരു സ്കില്ല് നമുക്കത് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്? അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശം എടുക്കുമ്പോഴാണ് അല്ലെ. ഇപ്പൊ പഠിക്കാൻ ടീച്ചേഴ്സ് ആണെങ്കിൽ BEd എടുക്കും. BEd എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, എന്നാൽ ആ ഒരു ടീച്ചിങ് ഒരു സ്കില്ല് വരുന്നത് എങ്ങനെയാണ്? അത് മാത്രം പഠിച്ചതുകൊണ്ട് ടീച്ചിങ് സ്കിൽ വരണമെന്നില്ല അല്ലെ. അപ്പൊ അത് നമ്മൾ നേടിയെടുക്കുന്നതാണ്. ചിലർക്ക് ഇൻവോൾവ് ചില കഴിവുകളുണ്ട്, അതിൽ നമുക്ക് വികസിപ്പിച്ചെടുക്കാം, ഡെവലപ്പ് ചെയ്തെടുക്കാം. ചിലര് ട്രെയിനിങ്ങിലൂടെ നിരന്തരമായിട്ട് എനിക്കത് വേണമെന്ന് പരിശ്രമിച്ച് അല്ലെ, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ചിലരൊക്കെ എന്താ പറയാ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് കണ്ണാടിയുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചില ഇനാക്ട് ചെയ്തൊക്കെ നോക്കും അല്ലെ. അങ്ങനെ ചെയ്ത് ശീലിക്കുന്നവരുണ്ട്. അങ്ങനെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ രണ്ടും ഉണ്ട്. അപ്പൊ ഉള്ള നഴ്സിംഗ് സ്റ്റാഫിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന വർക്കുകളൊക്കെ അവർ കറക്റ്റ് ആയിട്ട് അലോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അവരുടെ സ്കിൽ ആൻഡ് നോളജ് അനുസരിച്ചാണ് അലോട്ട് ചെയ്യേണ്ടത്. ഓരോരുത്തരും ഏത് രീതിയിലാണ് പെർഫെക്റ്റ് എന്ന് നോക്കിയിട്ട് അലോട്ട് ചെയ്യുക. അതിന്റെ വി ഹാവ് ടു മാക്സിമം യൂട്ടിലൈസ് ദം. അവരെ പരമാവധി അവരുടെ സ്കില്ല്, അവരുടെ കഴിവുകളൊക്കെ അവരുടെ ട്രെയിനിങ്ങിന് കൊടുത്തിരിക്കുന്ന ട്രെയിനിങ് അനുസരിച്ച് നമ്മളത് നേടിയെടുക്കാനും ശ്രമിക്കുക. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റാഫിങ്ങിന്റെ പ്രധാനപ്പെട്ട 2 എലമെന്റുകൾ. ഒന്ന് ഓർക്കുക, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. 2, യൂട്ടിലൈസേഷൻ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. അവരെ പരമാവധി ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാഫിംഗ് ആൻഡ് സിസ്റ്റംസ് ആണ്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. അതായത് ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അതിന്റെ ആ ഒരു സമ്പ്രദായത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ബിഫോർ മേക്കിംഗ് എനി അപ്പോയിന്റ്മെന്റ്സ്, അതായത് നമ്മൾ ആളുകളെ സ്റ്റാഫ് അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ദേ ഹാവ് ടു റെക്കഗ്നൈസ് ദ നഴ്സിംഗ് കെയർ വിച്ച് ഈസ് നീഡഡ് ടു ദ പേഷ്യന്റ് ഫോർ എ ഡേ ഓർ ഫോർ എ എന്താ പറയാ ഷിഫ്റ്റ്. ഒരു ഷിഫ്റ്റില് അല്ലെങ്കിൽ ഒരു ഡേയില് എത്രത്തോളം പേഷ്യന്റ് കെയർ ആണ് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്, എത്ര മണിക്കൂറുകൾ അവരെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം ആദ്യം തന്നെ റെക്കഗ്നൈസ് ചെയ്യണം. അതായത് ഇന്നിപ്പോ ഹോസ്പിറ്റലിന്റെ വർക്കിംഗ് ടൈമിൽ ഇപ്പൊ ഒരു നഴ്സ് എത്ര ടൈമാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള കെയർ ആണ് കൊടുക്കേണ്ടത്. നമുക്കറിയാം കെയറുകളെല്ലാം ഒരുപോലെയാണോ? ഒരു ഹോസ്പിറ്റലിൽ ഓരോ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ ഒരുപോലത്തെയാണോ? എല്ലാവർക്കും ഒരുപോലത്തെ കെയറിംഗ് ആണോ കൊടുക്കണ്ടേ? ആലോചിച്ച് നോക്കിയേ. അല്ല. ചില നേഴ്സ് എന്താ പറയാ, നേഴ്സ് അടുത്തിരുന്നിട്ട് പേഷ്യൻസിനെ മൂവ് ചെയ്യാൻ, അവർക്ക് മെഡിസിൻസ് എടുത്തു കൊടുക്കാൻ, ചിലപ്പോൾ അവരെ തിരിച്ച് മറിച്ചൊക്കെ കിടത്താൻ, ചിലപ്പോൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒട്ടും അനങ്ങാൻ പറ്റാത്തവരെ പിടിച്ചിട്ടോ എടുത്തിട്ടോ ഒക്കെ എന്താ പറയാ വീൽ ചെയറിനൊക്കെ ഇരുത്തിയിട്ട് എന്തെങ്കിലും ചെക്കപ്പിനൊക്കെ വേണ്ടി കൊണ്ടുപോകാൻ, അങ്ങനെ കെയർ കൊടുക്കേണ്ടതുണ്ട്. ചിലത് അങ്ങനെ കൊടുക്കണമെന്നില്ല. പേഷ്യന്റ് അവിടെ ഇൻപേഷ്യന്റ് കിടക്കുന്നുണ്ട്, നേഴ്സൊക്കെ എവിടേക്കോ ഇരുന്നിട്ട് ആ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുവോ, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ടുള്ള റെക്കോർഡുകൾ തയ്യാറാക്കുവോ, അങ്ങനെ കുറെ കാര്യങ്ങൾ, എന്തെങ്കിലും എക്യുപ്മെന്റുകളൊക്കെ എത്തിച്ചു കൊടുക്കാനെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വേണമെങ്കിൽ ഇയാളുടെ അടുത്തുനിന്ന് മാറി നിന്നിട്ടും അങ്ങനെ കെയർ കൊടുക്കാം. ചിലതാണെങ്കിലോ ഇന്റൻസീവായിട്ട് തീവ്രമായിട്ടുള്ള പരിചരണം ആവശ്യമുണ്ട്, ഒട്ടും മാറാതെ പേഷ്യൻസിന് ഫുഡ് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ കെയറിങ് എല്ലാം ഒരുപോലെയാണ്. അപ്പൊ കെയറിങ്ങിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു പേഷ്യന്റിനെ അല്ല ഒരു നഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, ഒരു ഡേയിലോ ഒരു ഷിഫ്റ്റിലോ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്യണം. എത്ര അവേഴ്സ് വർക്ക് ചെയ്യണം അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. ആൻഡ് ഈ സ്റ്റാഫിങ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ, ഈ പല കാര്യങ്ങളിൽ ഇത് എന്താ പറയാ ആശ്രയിച്ചിരിക്കും. ഏത് സ്റ്റാഫിങ്ങിന്റെ പ്രൊസീജിയർ ആശ്രയിക്കുന്നത് പല കാര്യങ്ങളിലാണ്. ഒന്ന്, സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പല തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ എന്ത് നിലവാരമാണ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി, എത്രത്തോളം പേഷ്യൻസിന് ഉൾക്കൊള്ളാൻ, എത്രത്തോളം കെയർ കൊടുക്കാനൊക്കെ ആ ഹോസ്പിറ്റലിന് കഴിവുണ്ട്, ആ കപ്പാസിറ്റിയുടെ ബേസിസിൽ. പിന്നെ നമ്പർ ഓഫ് ബെഡ്സ്, ഹോസ്പിറ്റലിൽ എത്ര ബെഡിന്റെ എണ്ണമുണ്ട്, ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ പലതരത്തിലുള്ള സേവനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ നടക്കുക. അപ്പൊ സ്റ്റാഫിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ, സ്റ്റാഫിംഗ് എന്തൊക്കെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്, റിലേ ചെയ്യുന്നത്, capacity of the hospital, standards provided by the hospital, number of beds and different kinds of treatment services provided അല്ലെ, പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് സർവീസസ് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇതിലൊക്കെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്
എന്താ നമുക്ക് എന്താ പറയാ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് എത്ര പേരെ നമ്മൾ കൈകാര്യം ചെയ്യണം, അത് മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുക. എത്ര പേഷ്യൻസിനെ നോക്കണം, ശ്രദ്ധിക്കണം, കെയർ ചെയ്യണം എന്നുള്ളതിനെ മാത്രം ആയിട്ടല്ല നമ്മൾ ഒരു നഴ്സിംഗ് വർക്ക് ലോഡ് ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്. ഒരു നഴ്സിന് എന്തോരം വർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 5 നഴ്സ് ഉണ്ട്, ഇവർക്ക് എത്രത്തോളം വർക്ക് ലോഡ് കൊടുക്കണം എന്നുള്ളത് ഇറ്റ് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് പേഷ്യൻസ്. അത് പേഷ്യൻസിന്റെ എണ്ണത്തെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, ബട്ട് ഓൾസോ പിന്നെ എന്തിനേയും കൂടി ആശ്രയിച്ചാണ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് കെയർ ഗിവൺ. അവർ കൊടുക്കുന്ന കെയറിങ്ങിന്റെ ആനുപാതത്തിലും കൂടി ആണ്, അതിനെയും കൂടി ആശ്രയിച്ചിരിക്കും. ആ കെയറിങ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ. മിനിമൽ കെയർ എന്ന് വെച്ചാൽ വളരെ മിനിമം ആയിട്ട് വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് ഫുൾ കെയർ, ഭയങ്കരമായിട്ട് നന്നായിട്ട് ഫുൾ കെയർ, എല്ലാ കെയറിങ്ങും കൊടുക്കണം. ഇന്റൻസീവ് കെയർ ഉണ്ട്, തീവ്രമായിട്ടുള്ള പരിചരണം ഉണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ ഇത്രയും കെയറിങ് പല രീതിയിലുണ്ട്. അപ്പൊ കെയറിങ്ങിന്റെ അടിസ്ഥാനത്തിലും പിന്നെ അതുപോലെ തന്നെ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ അടിസ്ഥാനത്തിലുമാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നതിൽ നമ്മൾ വർക്ക് ലോഡ്, എത്ര നഴ്സുമാരെ ജോലി ചെയ്യിപ്പിക്കണം ഇന്ന ദിവസങ്ങളിൽ എന്നുള്ള കാര്യം തീരുമാനിക്കാം. അപ്പൊ നഴ്സിംഗ് വർക്ക് ലോഡ് അത് നമ്മൾ വാല്യുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോട്ട് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ നമ്പർ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, ബട്ട് ഓൾസോ ദ കെയർ ഗിവൺ ടു ദ പേഷ്യൻസ്, അവർക്ക് കൊടുക്കുന്ന കെയറിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കെയറിങ്ങിനെ ബ്രാക്കറ്റിൽ. അപ്പൊ ആ കെയറിങ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇവിടെ എടുത്തു പറയും. അവിടെ എടുത്ത് പറഞ്ഞിട്ട് സെൽഫ് കെയർ, മിനിമൽ കെയർ, ഫുൾ കെയർ ആൻഡ് എന്താണ് ഇന്റൻസീവ് കെയർ. അപ്പൊ 4 തരത്തിലുള്ള കെയർ ഉണ്ട്. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ അവര് സ്വന്തമായിട്ട് കെയർ ചെയ്തോളും, നമ്മൾ ആരും അവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തോളും, എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ മാത്രം ചെന്നാൽ മതി. പിന്നെ മിനിമൽ കെയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട കെയർ ആണ്. ഫുൾ കെയർ എന്ന് പറഞ്ഞാൽ ഫുൾ കെയറിങ് കൊടുക്കണം. തീവ്രമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും അവരുടെ മുമ്പിൽ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് അടുത്തുണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ കെയർസ് ഡിഫേഴ്സ് ഫ്രം വൺ പേഷ്യന്റ് ടു അനദർ. അല്ല, ഈ കെയറിങ് ഒരു പേഷ്യന്റിന് മറ്റൊരു പേഷ്യന്റ് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്റ്റാഫിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ നഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയോ? രണ്ട് പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. ഒന്ന്, സ്റ്റാഫിംഗ് എന്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ആ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ പോയിന്റുകളാണ് പറഞ്ഞത്. കപ്പാസിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ, സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ്, നമ്പർ ഓഫ് ബെഡ്സ്, ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ്. ഇത് പിന്നെ മറ്റൊരു കാര്യം, ഏതൊക്കെ തരത്തിലുള്ള കെയറിംഗ് ആണ്, എന്തിന്റെയൊക്കെ പ്രൊപ്പോർഷനിലാണ് നമ്മൾ എന്താ പറയാ നഴ്സിംഗ് വർക്ക് ലോഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസും, മറ്റൊന്ന് കെയറിംഗ്, അവർക്ക് കൊടുക്കുന്ന കെയേഴ്സും, പേഷ്യന്റിന് കൊടുക്കുന്ന കെയറിങ്ങിന്റെ അടിസ്ഥാനത്തിൽ. ആ കെയർ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സെൽഫ് കെയർ, മിനിമൽ കെയർ, ഫുൾ കെയർ ആൻഡ് എന്താ പറയാ നമ്മളുടെ ഇന്റൻസീവ് കെയർ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ. ഇനി പേഷ്യന്റിന്റെ കെയർ പ്രധാനമായിട്ടും ബ്രോഡ്ലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 ആയിട്ടാണ് പ്രധാനമായിട്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് സിമ്പിൾ ആയിട്ട്. ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറും ബ്രോഡ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഭയങ്കര വിശാലമായ രീതിയിൽ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറും. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം ഡയറക്റ്റ് കെയർ എന്തായിരിക്കും. The direct care is the care which is given in the presence of the patient. പേഷ്യന്റിന്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട്, പ്രസൻസ് എന്ന് പറയുന്ന സാന്നിധ്യം, പേഷ്യന്റിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു കെയറിംഗ് ആണ്. അപ്പൊ നഴ്സിംഗ് സ്റ്റാഫ് എന്ത് ചെയ്യണം, എപ്പോഴും ആ പേഷ്യന്റിന്റെ തൊട്ടടുത്തുണ്ട്, നിയറസ്റ്റ് ഹാൻഡ് 1 ഹാൻഡ് ഡിസ്റ്റൻസിലൊക്കെ പേഷ്യന്റിന്റെ തൊട്ടടുത്തുണ്ടായിരിക്കണം. കാരണം അവർക്ക് എന്തെങ്കിലും ചോദിച്ചാൽ റീച്ചബിൾ പൊസിഷനിലായിരിക്കണം. നമ്മളോട് എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളാണ് ശ്രദ്ധിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള എല്ലാ റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ രീതിയിൽ അവിടെ ഒരു നഴ്സ് ഉണ്ടായിരിക്കും. അതാണ് എന്തെന്ന് വിളിക്കാൻ നമ്മൾ ഡയറക്റ്റ് കെയർ. ആ ഡയറക്റ്റ് കെയറിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫീഡിങ്, ചിലപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കേണ്ടി വരും, കഞ്ഞിയോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് ആയിട്ടുള്ളതോ ഏത് രീതിയിലാണോ കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെന്താണ് ട്രീറ്റ്മെന്റ്, ചിലപ്പോൾ ശുശ്രൂഷിക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ ചില എന്താ പറയാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. ചിലപ്പോൾ ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരികയോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ട്രിപ്പ് ഉണ്ടാവും, അത് കെയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ്. പിന്നെ മൂവ് ചെയ്യാൻ, മൊബിലിറ്റി, അതായത് നീങ്ങാനോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു കിടക്കാനോ മൂവ് ചെയ്യാനോ, മരുന്ന് മെഡിക്കേഷൻസ് കൊടുക്കാനോ. പിന്നെ മോർ ഡിപ്പെൻഡന്റ് ഓൺ ദ പേഷ്യന്റ്, അതായത് ആ പേഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ നഴ്സുകാര് ഏത് രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അവരാവശ്യപ്പെടുന്ന രീതിയിലെല്ലാം തന്നെ ഫുൾ അവേഴ്സ് ആ നഴ്സിംഗ് കെയർ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഡയറക്റ്റ് കെയറിൽ വരുന്നത്. ഡയറക്റ്റ് കെയറിൽ എന്തൊക്കെ വരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഫീഡിങ്, ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി, മെഡിക്കേഷൻ, ഈ 4 കാര്യങ്ങളാണ്. ആ മറക്കണ്ട ഡയറക്റ്റ് കെയർ. അപ്പൊ ഡയറക്റ്റ് കെയർ വിൽ ബി നിയർ ദ
പ്രസൻസ് ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിന്റെ തൊട്ടടുത്ത് തന്നെയായിരിക്കും ആര് ഈ ഡയറക്റ്റ് കെയർ കൊടുക്കുന്ന നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവുക. ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇൻഡയറക്റ്റ് കെയർ ആണ്. ഇൻഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ ഇൻഡയറക്റ്റ് ഡയറക്റ്റ് അല്ല, അടുത്ത് തന്നെ വേണം നിർബന്ധം ഉണ്ടാവും. അന്നേരം ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഉണ്ടാവുന്നു പേഷ്യന്റിന്റെ സാന്നിധ്യത്തിൽ. ഇപ്പൊ ഞാനിവിടെ രോഗിയാണെങ്കിൽ എന്റെ തൊട്ടടുത്ത് എന്റെ 1 ഹാൻഡ് റീച്ചിൽ ആളുണ്ടാവണം. കാരണം ഞാനിപ്പോ എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഞാൻ വിളിക്കുമ്പോൾ ആൾ അവിടെ കേട്ട് പെട്ടെന്ന് അതിന് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം. അപ്പൊ ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത് വെൻ ദ പേഷ്യന്റ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ പ്രസൻസ്, അതായത് നേഴ്സിന്റെ പ്രസൻസിലായിരിക്കില്ല, പേഷ്യന്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്, അതായത് ഇൻപേഷ്യന്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നഴ്സിനെ ഈ പേഷ്യന്റിന്റെ തൊട്ടടുത്ത് തന്നെ എഴുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് ഇൻഡയറക്റ്റ് കെയർ ആണ് അധികം അത്രയും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കും. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം എന്നൊന്നുമില്ല, ചില കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോളും. അപ്പൊ ഇൻഡയറക്റ്റ് കെയറിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഡയറക്റ്റ് കെയറിലും നമ്മൾ പറഞ്ഞ ഒരു കാര്യങ്ങളും ഇൻഡയറക്റ്റ് കെയറിനകത്ത് വരുന്നില്ല. അപ്പൊ ഇൻഡയറക്റ്റ് കെയറിൽ എന്തൊക്കെയാണ് അപ്പൊ അങ്ങനെയാണ് വരിക? സപ്ലൈസ് ഓഫ് എക്യുപ്മെന്റ്സ്, എന്തെങ്കിലും തരത്തിലുള്ള മരുന്നല്ല, ചില എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ പേഷ്യന്റിന് വേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുക. സീക്കിംഗ് അഡ്വൈസ് വിത്ത് അതർ ടീംസ് ഓഫ് ഹെൽത്ത് മെമ്പേഴ്സ്, അതായത് ഈ രോഗിയുമായി ബന്ധപ്പെട്ട മറ്റാൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഡോക്ടേഴ്സോ മറ്റാരെങ്കിലും ഒക്കെ, അവരോട് കാര്യങ്ങൾ എന്തെങ്കിലും ഈ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദിച്ചറിഞ്ഞിട്ട് ഈ പേഷ്യന്റുമായിട്ട് ചിലപ്പോൾ ട്രീറ്റ്മെന്റിന്റെ സമയത്തൊക്കെ ആവശ്യം ഉണ്ടാകും ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ടീം മെമ്പേഴ്സിൽ നിന്നും ചോദിച്ചറിയാം. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ്, ഈ കിടക്കുന്ന പേഷ്യന്റിന്റെ തനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആ പേഷ്യന്റിന്റെ റെക്കോർഡുകളൊക്കെ എഴുതുക, അത് തയ്യാറാക്കുക, അവർക്ക് കൊടുത്തിരിക്കുന്ന മരുന്നുകളൊക്കെ റെഫർ ചെയ്തൊക്കെ വേണം. അത് വായിച്ചൊക്കെ നോക്കിയിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ പോരാ. അപ്പൊ വായിച്ച് മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് എഴുതി വെക്കുക, അത് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ്, ഡിസ്ചാർജ് ചെയ്യേണ്ടത് എപ്പോഴാണ് അതിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കുക. അപ്പൊ ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത് ഡയറക്റ്റ് കെയറിൽ നിന്നും ഇത്തിരി വ്യത്യസ്തമാണ്. ഡയറക്റ്റ് കെയർ പേഷ്യന്റിന്റെ പ്രസൻസിൽ തന്നെ നടക്കുന്നതാണെങ്കിൽ, ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ അടുത്തിരുന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല, കുറച്ച് മാറി ഇരുന്നിട്ട് അയാളിൽ നിന്ന് വിട്ടു നിന്നിട്ടുള്ള കെയറിംഗ് ആണ് കൊടുക്കുന്നത്. പക്ഷെ അതും കെയറിംഗിൽ തന്നെ പെട്ടതാണ്. കാരണം പേഷ്യന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണല്ലോ അതിനകത്ത് വന്നിരിക്കുന്നത്. ഈ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന വിശദമായ കാര്യങ്ങൾ അറിയാൻ ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ നോക്കുന്ന മറ്റാരെങ്കിലും ഒക്കെ നമുക്ക് സമീപിക്കാം അതിന്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടി. എന്നിട്ട് വേണം നമുക്ക് പല കാര്യങ്ങളും പേഷ്യന്റിനെ കുറിച്ച് റെക്കോർഡുകൾ തയ്യാറാക്കാൻ. റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ട ഒരു പേഷ്യന്റിനെ കുറിച്ച്. പിന്നെ ഡിസ്ചാർജ് എപ്പം നടത്തണം, എത്ര ദിവസത്തെ ഫോളോ അപ്പ് ആണ് ഇവിടെ കിടന്നിട്ട് കൊടുത്തേക്കണേ, അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആക്കാം, അപ്പൊ എപ്പോഴായിരിക്കും അത് വരേണ്ടത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ റെക്കോർഡ്സ് ഒക്കെ നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ തയ്യാറാക്കുന്നത് ഇൻഡയറക്റ്റ് കെയറിൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് എന്താ പറയാ നഴ്സിംഗ് സ്റ്റാഫിംഗിൽ ഉള്ളത്, പേഷ്യന്റ് കെയറിലുള്ളത്. പേഷ്യന്റ് കെയറിന്റെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ്, ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയർ. ഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ പേഷ്യന്റിന്റെ പ്രസൻസിലുള്ളതും, ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ പ്രസൻസിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുള്ളതും. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്ന് മറക്കണ്ട. നെക്സ്റ്റ് വൺ സ്റ്റാഫ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇനി സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് നോക്കാം. സ്റ്റാഫിംഗ് എന്താണെന്നാണ് നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ എന്താണെന്ന്. അതായത് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ കുറച്ച് തന്നിരിക്കുന്ന ആപ്ലിക്കൻസിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. കണ്ടെത്തുക, അതായത് നമുക്ക് കുറെ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് നഴ്സിംഗിന് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ട്. അപ്പൊ നമ്മൾ അതെടുത്ത് നോക്കുന്നു, ക്വാളിഫിക്കേഷൻസ് നോക്കുന്നു, എക്സ്പീരിയൻസ് നോക്കുന്നു, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിലയിരുത്തി പിന്നെ അവരുടെ ഇന്റർവ്യൂസിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. സെർച്ച് ചെയ്ത് ചൂസ് ചെയ്ത് അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോയിന്റ് ചെയ്തതിന് ശേഷം അവര് നമ്മളുടെ ഇപ്പോഴുള്ള നിലവിലുള്ള എംപ്ലോയീസുമായിട്ട് ഒത്തുചേർന്ന് വർക്ക് ചെയ്തു പോകാൻ താല്പര്യമുള്ളവരാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സ്റ്റാഫിംഗ് നടത്തുള്ളൂ. അതാണ് സ്റ്റാഫിംഗ് എന്ന് വിളിക്കുക. ഇനി എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ് വിച്ച് ഇസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പേഴ്സണൽ ആസ് വെൽ ആസ് ദ പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് നഴ്സസ് ആൻഡ് അതർ സ്റ്റാഫ്. അതായത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏത് ഓർഗനൈസേഷനിലായിരിക്കും, ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ നഴ്സും മറ്റ് എന്താ പറയാ ഇതര സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വേറെ സ്റ്റാഫ്സും ഒക്കെ ഉണ്ട്. അവര് അവരുടെ എന്താ പറയാ ജോലി ചെയ്യുമ്പോൾ അവരവരുടെ ജോലി വർക്കിംഗ് സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ളതും തൊഴിൽപരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു വികസനം, അതിനെയാണ് നമ്മൾ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഞാനിവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ട്,
ഈ ജോലി ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് തരുന്നുണ്ട്. ഒന്ന് എന്റെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ്, അത് വ്യക്തിപരമായിട്ട് ഞാൻ ഒരു കാര്യം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് എന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കും അല്ലെ. അതേസമയം എന്താ പറയാ, അതെന്റെ മറ്റുള്ളവരോട് പറയാനും അറിയാമ്പോ ഒക്കെ നമുക്കൊരു ഇതുണ്ട്. പിന്നെ ഇത് എനിക്കൊരു പ്രൊഫഷണൽ ഗ്രോത്ത്, എന്റെ ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ വളർത്താൻ വേണ്ടിയിട്ട് എനിക്ക് തന്നിരിക്കുന്ന ഒരു ഇത് കൂടിയാണ്, ഒരു പ്രോസസ് കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് രണ്ട് രീതിയിൽ വളരാൻ സാധിക്കും. ഏത് ആളുകൾക്കും ഏത് ജോലി ചെയ്യുന്നവർക്കും രണ്ട് രീതിയിലുള്ള ഡെവലപ്മെന്റ് കൂടിയേ തീരും. അത് ഒന്ന് പേഴ്സണൽ ആയിരിക്കും, ഒന്ന് നമ്മുടെ പ്രൊഫഷനെ സംബന്ധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ചെയ്യുന്നത് പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് നഴ്സസ് ആൻഡ് അതർ സ്റ്റാഫ്സ് ഹു ആർ എംപ്ലോയിഡ് ഇൻ ഹെൽത്ത് കെയർ സിസ്റ്റം. ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയ് ചെയ്തിരിക്കുന്ന നഴ്സുമാരുടെയും അല്ലെങ്കിൽ മറ്റത് എന്താ പറയാ അധികമായിട്ടുള്ള സ്റ്റാഫ്സിന്റെ ഒക്കെ വ്യക്തിപരമായിട്ടുള്ളതും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഒരു വളർച്ച, അതിനെയാണ് നമ്മൾ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കാം. ഇനി ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? ഇറ്റ് ഈസ് ത്രൂ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലെ. നമുക്ക് നമ്മളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ജോലിയെ സംബന്ധിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ട്രെയിനിങ് കിട്ടുന്നു, നമുക്ക് എഡ്യൂക്കേഷൻസ് കിട്ടുന്നു, ഇന്ന രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടി. അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ആവശ്യമാണ്. കാരണം ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസസ് ആണ് ഇന്ന് ഓരോ ആളുകളിലും കണ്ടുവരുന്നത്. അപ്പൊ പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു, അപ്പൊ പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടുന്നു, പുതിയ പുതിയ ടെക്നോളജീസിലൂടെ പുതിയ പുതിയ എന്താ പറയാ ഈ രോഗങ്ങളൊക്കെ ചെറുത്തു നിൽക്കാനുള്ള മരുന്നുകളും യന്ത്രങ്ങളും ഒക്കെ വരുന്നു. ഇതൊക്കെ ഇവരെ അറിയിക്കണ്ടേ? നഴ്സിംഗ് ഒരു ശൃംഖലയെ കൂടി അറിയിക്കണം, ആ സെക്ടർ കൂടി അറിയണം ഈ പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നേക്കുന്നതൊക്കെ. സോ ദേ ഹാവ് ടു ബി ഗിവൺ മച്ച് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ബൈ ടൈം ടു ടൈം അല്ലെ. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സമയാസമയങ്ങളിൽ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും കൊടുക്കണം. ദാറ്റ് ഇൻക്രീസസ് ദ പേഴ്സണൽ സ്കിൽ. അപ്പൊ ആളുകൾ അവരവരുടെ നോളജ് അറിവ് വർദ്ധിപ്പിക്കാൻ പറ്റും, അവരുടെ മെന്റൽ എന്താ പറയാ എബിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും, സ്കിൽ വർദ്ധിപ്പിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കാം. അപ്പോ അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്? അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ പറഞ്ഞതൊക്കെ തന്നെ. ഒന്ന്, എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. ഇത് ടു എൻഹാൻസ്, ടു ഇംപ്രൂവ് ദ എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, അതായത് തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ എനിക്ക് ട്രെയിനിങ് തരുമ്പോൾ എന്റെ പ്രൊഡക്ടിവിറ്റി കുറച്ചുകൂടി കൂട്ടാൻ പറ്റും. അതായത് ഇങ്ങനെ ഈ രീതിയിലല്ല, ഇങ്ങനെ കുറച്ചുകൂടി നമുക്ക് ഇങ്ങനെ മാറ്റി കുറച്ച് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇടയ്ക്ക് നമുക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞതുപോലെ ഒരു മോട്ടിവേഷണൽ ക്ലാസ്സുകളോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസോ അല്ലെങ്കിൽ പുതിയ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഈ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഇത് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ വെല്ലോടത്തിരിക്കുന്ന നിങ്ങളാണ്, വെല്ലോടത്തിരിക്കുന്ന ഞാനുമാണ്. നമ്മൾ പക്ഷെ ഫേസ് ടു ഫേസ് ഇരുന്ന് എന്ത് ചെയ്യുന്നു? ക്ലാസ് കാണുന്നു അല്ലെ. ഒത്തിരി ഡിസ്റ്റന്റിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ക്ലാസ് ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ടെക്നോളജിയിലേക്ക് നമ്മൾ ഡെവലപ്ഡ് ആയി എങ്കിൽ നമുക്കറിയാം ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അതേസമയം ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ ക്ലാസ് എടുക്കാൻ ഇപ്പൊ സാധാരണ നമ്മൾ എങ്ങനെയാ കുട്ടികളുടെ മുമ്പിൽ നിന്ന് 10, 100, 150 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ സബ്ജക്ട് നമ്മുടെ കയ്യിൽ ഏതാണോ അത് വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കും. അന്നേരം നമ്മൾ ഫേസ് ടു ഫേസ് അവരെ ഇരുന്ന് കണ്ടിട്ടാണ്. അന്നേരം എന്ത് ചെയ്യും? അവർക്ക് ഡൗട്ട്സ് ഉണ്ടാവും, അവർ ചോദിക്കും, നമ്മൾ അങ്ങോട്ടേക്കും ഇന്ററാക്ട് ചെയ്യും. ഫുൾ ടൈം ക്ലാസ്സിനേക്കാൾ ഉപരി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ചില കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് കിട്ടുന്നതിന്റെ രീതിയിൽ ചില ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുകയും ഇട്ടുകൊടുക്കുകയൊക്കെ ചെയ്യും അല്ലെ. അതേസമയം ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ തുടക്കം തന്നെ നമ്മൾ ഭയങ്കര വെറീഡ് ആയിരുന്നിരിക്കും അല്ലെ. കാരണം ഞാനൊക്കെ ആദ്യമായിട്ട് നമ്മൾ ആ കൊറോണ ടൈമിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ക്ലാസ് എടുത്തു തുടങ്ങിയത് തന്നെ. അപ്പൊ ഒക്കെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ആദ്യമൊക്കെ എനിക്കും നമ്മളൊരു ടെൻഷനിലായിരുന്നു, എന്താണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അവരെല്ലാവരും എന്താ പറയാ ഒരു ഡിഗ്രി ലെവലിലുള്ള കുട്ടികളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അവര് ഓഫ് ചെയ്തൊക്കെ വയ്ക്കും. നമ്മൾ പറയും ഓണാക്കുമ്പോൾ അവർ ഓണാക്കിയിരിക്കും. അപ്പൊ നമുക്ക് എന്നാലും ഒരു എന്താ പറയാ പേടി ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വോളിയം കറക്റ്റ് ആവാതെ വരിക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് വരിക. അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്യണം. പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് അവിടെ ഇതായി പോകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഒത്തിരി പേടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇന്നത് യൂസ് ചെയ്ത് നമ്മൾക്ക് ഇത് യാതൊരു രീതിയിലും പേടിയില്ല, ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിലേക്ക് മാറി. ഇപ്പൊ നമ്മൾ സാധാരണ ക്ലാസ്സിൽ ഇരുന്ന് എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളോട് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുമ്പോൾ എല്ലാവരും ചിലപ്പോൾ റിപ്ലൈ തരില്ല. അതിന്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. ചിലവർ മാത്രം സെലക്റ്റീവ് ആയിട്ടുള്ള ചില ആളുകൾ ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ട് സംസാരിച്ചു പറഞ്ഞു, അപ്പൊ അവരെന്നെ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് ചിലർ ഇരിക്കുക. അങ്ങനെയല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് റിപ്ലൈ തരാം. അത് എങ്ങനെ ഡിസ്റ്റർബ് ആയാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ എനിക്കറിയാവുന്ന കാര്യം അങ്ങോട്ട് പറയാം.
അപ്പൊ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാലോ. അപ്പൊ നമ്മള് ഓരോ രീതിയിലും പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു എന്താ പറയാ സ്കില്ല് കുറച്ച് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്റെ നോളജ് വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി, അതായത് എന്റെ ആ ഉൽപാദനക്ഷമത എനിക്ക് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കാര്യമാണ്. അപ്പൊ ട്രെയിനിങ്ങിലൂടെയൊക്കെയാണ് ഇത് സാധിക്കുക. ഇനി എൻഷുവർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ, അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന കെയറിന് വളരെ സേഫ് ആയിരിക്കുക എന്നുള്ള ഉറപ്പുവരുത്തണം, കൃത്യമായിട്ടുള്ളതാണെന്നും ഉറപ്പുവരുത്തണം. ഇത് കൊടുക്കുന്ന കെയറിങ്ങിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ എന്തെങ്കിലും രീതിയിൽ എന്താ പറയാ ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കൊന്നും ചെയ്യാൻ പാടില്ല. ആക്ച്വൽ ആയിട്ടുള്ളതും അതുപോലെ സേഫ് ആയിട്ടുള്ളതുമായിട്ടുള്ള പേഷ്യന്റ് കെയർ ആണ് കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ എന്താണ്, എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്സ്. ഓരോ സ്റ്റാഫുകളും അവർ ചെയ്യുന്ന ജോബുകൾ, അവർ പെർഫോം ചെയ്യുന്ന ജോബുകളൊക്കെ വളരെ സംതൃപ്തമാണ്, അതായത് അത് ഉറപ്പുവരുത്തണം. സംതൃപ്തിയോടെ നമ്മൾ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അവർ ചെയ്യുന്ന ജോലികളൊക്കെ ആരും അടിച്ചേൽപ്പിച്ച് ചെയ്യുന്നതല്ല, സ്റ്റാഫുകളൊക്കെ അവരവരുടെ അതനുസരിച്ചിട്ട് അവര് വളരെ സംതൃപ്തിയോടെ ചെയ്യുന്നതാണ് എന്ന് ഉറപ്പുവരുത്തണം. അടിച്ചേൽപ്പിച്ച് ചെയ്യുമ്പോൾ അതിന് ചില എന്താ പറയാ സ്വരം മാറും അല്ലെ, നമ്മൾക്ക് ഭയങ്കര പിറുപിറുക്കലോ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയോ അല്ലെ, മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും അല്ലെ. അതേസമയം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഓരോ ജോബ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അത് അവിടെ കിട്ടുന്ന എൻവയോൺമെന്റിന്റെ ഒരു നല്ല ഇതാണ് അല്ലെ. അവിടെ നമുക്ക് ഒരു നല്ല എൻവയോൺമെന്റ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ പെർഫോമൻസ് കൃത്യമായിട്ട് സാറ്റിസ്ഫാക്ടറി ആയിട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അത് ഉറപ്പുവരുത്തുക. പിന്നെ ഓറിയന്റ് ദ പേഴ്സൺ ടുവേർഡ്സ് ദെയർ ഒബ്ജക്റ്റീവ്സ്, കെയർ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ്. ഇനി അവിടെയുള്ള ഓരോ ജോലിക്കാർക്കും അവരവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, പോളിസീസ് ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കാനുള്ള ഒരു ഓറിയന്റേഷൻ കൊടുക്കുക. എന്ന് വെച്ചാൽ അതിനു വേണ്ടിയിട്ട് അവരെ ഒരുക്കുക എന്നുള്ളതാണ്. ജോലിക്കാര് അവരുടെ കെയറിങ്ങും അവരുടെ ലക്ഷ്യവും തൊഴിൽപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിനെ ക്രമീകരിക്കുക എന്നുള്ളതും എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പൊ ഇത്രയുമാണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. ക്ലിയർ ആയോ? ഇവിടെ വരെ മനസ്സിലായോ? അപ്പൊ ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ തുടങ്ങി സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് തുടങ്ങി വായിക്കാം കേട്ടാ, പെട്ടെന്ന് വായിക്കാം. കഴിഞ്ഞോ വായിച്ചു? ഓക്കെ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതിയേ.
നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. കുറച്ച് സ്ഥലം വിട്ടോ, കഴിഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അവിടെ എഴുതാൻ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഹെഡിങ് എഴുതാം കേട്ടാ. വൺ വേർഡ് ആയതുകൊണ്ട് അവിടെ അടുത്ത് തന്നെ എഴുതാം. ചിലത് മാത്രം വൺ വേർഡ് അല്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ആൻസറിന് ഒരു ഇച്ചിരി സ്ഥലം പ്രൊവൈഡ് ചെയ്തിട്ട് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് എഴുതാം. എന്നിട്ട് അതിന്റെ താഴെ ഒന്ന് എഴുതിയ നഴ്സിംഗ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇടാം. നഴ്സിംഗ്. നഴ്സിംഗ് എന്ന് എഴുതാം. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതാം കേട്ടാ. ഒന്ന് എഴുതി വെക്കണം. ദ പ്രൊഫഷൻ ഓർ പ്രാക്ടീസ്. ദ പ്രൊഫഷൻ, PROFESSION, profession or practice, profession or practice of providing care for the sick, care for the sick, SICK, sick or infirm, INFIRM, sick or infirm, full stop. It includes the promotion of health. It includes the promotion of health, prevention of illness, and care of ill, ill, disabled and dying people. Disabled and dying, DYING, dying people. എന്താണ് നഴ്സിംഗ് എന്നുള്ളത് കൂടി ഒന്ന് എഴുതി വെച്ചതാണ് സിമ്പിൾ വേർഡ്സിൽ. അതുകൂടി ഒന്ന് വായിച്ചു നോക്കണം നിങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ. അപ്പൊ ഇത്രയും വരെയുള്ള ഒന്ന് ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് വരില്ലേ? ആ, ഓക്കെ ഓക്കെ, തരാം. ബൈ. Thank you, ma'am.